അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിങ്ങൾക്ക് പച്ചമുളക് തക്കാളിയൊക്കെ ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. ഇതെങ്ങനെയെന്ന് കാണിക്കാം. ഞാൻ ഇതിൽ കൊടുന്ന ഉടനെ തന്നെ ഞെട്ടിപ്പൊട്ടിക്കരുത്. ഞെട്ടിപ്പൊട്ടിക്കാത്ത പച്ചമുളക് എടുക്കുക. ഞെട്ടിപ്പൊട്ടിയത് ഇതിലിടാൻ പാടില്ല. കാരണം ഇത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പാത്രം കഴുകണ ലിക്വിഡ് കുറച്ച് ഇതിലൊഴിക്കുകയാണ് ചെയ്യുന്നത്. വേണ്ടില്ല ഇത് പത വരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് നല്ലാണ്ട് കഴുകിയാൽ അപ്പം തന്നെ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ നമുക്ക് വൃത്തിയായത് വേറെ തന്നെ അറിയാൻ കഴിയും. നല്ല പച്ച കളറ് പച്ചമുളകിൻ്റെ അങ്ങനെ വരും. അങ്ങനെ ആക്കിയിട്ട് ഞാൻ ചളി വെള്ളമാണ് അതിൽ പോണത്. നല്ല ചളി വരും. നമ്മൾ എപ്പോഴെങ്കിലും അർജൻറ്റ് പിടിച്ചുകൊണ്ട് 1-2 പച്ചമുളക് എടുക്കുമ്പോൾ ഒന്ന് പൈപ്പിൻ്റെ ചോട്ടിങ്ങനെ കാണിച്ചുകൊണ്ട് കഴുകലല്ലേ. അപ്പോൾ നമ്മളത് വൃത്തിയാവണില്ല. എന്നാണെങ്കിൽ എല്ലാത്തിലും വിഷം ഇട്ടിട്ടാണല്ലോ വരുന്നത്. വിഷം ഇട്ടിട്ടാണല്ലോ. അപ്പോൾ എല്ലാ പച്ചക്കറിയിലും വിഷം ഉണ്ടെന്ന് പറയാമെന്നല്ല, നമ്മൾ ആ സമയത്തൊന്നും ശ്രദ്ധിക്കും. പിന്നെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പൈപ്പിൻ്റെ ചോട്ടിങ്ങനെ കാണിച്ച് 1-2 കാണിച്ച് കഴുകലാണ്. അപ്പോൾ ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കേടും വരാറില്ല. ഞാനിങ്ങനെ ചെയ്തു വെക്കാറുള്ളത്. ഇതെനിക്ക് ഒരു സൗദിയ പറഞ്ഞു തന്നതാണ്. അവർ പച്ചക്കറികൾ കൊണ്ടുവന്ന് മുറിക്കുന്ന മുന്നേ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പാത്രം കഴുകേണ്ട ലിക്വിഡ് ഇട്ടിട്ട് വെള്ളത്തിലെടുത്ത് വെച്ചിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കലാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം പിന്നെ എനിക്ക് നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ തൊടുമ്പോൾ തന്നെ അറിയാൻ കഴിയും. ഇങ്ങനെ കുറച്ച് നമ്മൾ ലിക്വിഡിനെ കൊണ്ട് നല്ലോണം കഴുകണം. പിന്നെ പൊട്ടിയതോ ഉള്ളതിൻ്റെ പച്ചമുളക് പൊട്ടിയതുള്ളതും ഞെട്ടി പൊട്ടിയതൊക്കെ ഉള്ളത് മാറ്റി വെച്ചിട്ട് വേണം ലിക്വിഡ് ഒഴിക്കണമെങ്കിൽ. ഇത് പച്ചമുളക് ഇതേപോലെ എന്നിട്ട് ഈ ഓട്ടമുള്ളൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം വെള്ളം പോയതിൻ്റെ ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേപോലെ തന്നെയാണ് തക്കാളി ഞാൻ ആ ലിക്വിഡുള്ള വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. തക്കാളി ഒന്നും കേടൊന്നുമില്ല, ഓട്ടൊന്നും ഇല്ലാത്തതാണ്. ഇങ്ങനത്തെ എടുക്കണം. ലിക്വിഡൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ നല്ല തക്കാളി ആയിരിക്കണം. തക്കാളി കേടൊന്നും വരില്ല കേട്ടോ. പാത്രത്തിലിട്ട് വെച്ചിട്ട് വെള്ളം നല്ല പോയിട്ട് ഇതിങ്ങനെ കഴുകിയിട്ട് നമുക്ക് എളുപ്പമാണ്. വേഗം 1-2 തക്കാളി ഇട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി കറിക്കൊക്കെ. തക്കാളി വേഗം വൃത്തിയായി കിട്ടുന്നു കേട്ടോ. ഇതേപോലെ ഓട്ടമുള്ളൊരു പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഒരു
10-15 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം ഞാനിപ്പോൾ ഈ ഓൺലൈനിൽ വാങ്ങിയ പാത്രമാണിത്. പ്ലാസ്റ്റിക്കിൻ്റെ ഇതിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് എന്തെങ്കിലും നനവ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു വയർപ്പ് വരാറുണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് തെറ്റിപ്പോവും, പച്ചക്കറിമേലൊന്നും ഇരിക്കില്ല. അപ്പോൾ അതിങ്ങനെ അടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെള്ളമൊക്കെ പോയതിൻ്റെ ശേഷം ചെയ്യേണ്ടതാണ്. വെള്ളമൊക്കെ പോയതിൻ്റെ ശേഷം ഇങ്ങനെ വെച്ച് എളുപ്പത്തിൽ എടുക്കാനും, പിന്നെ നമ്മൾ സ്പീഡാക്കുമ്പോൾ കഴുകിയാൽ വൃത്തിയാവില്ല. അതുകൊണ്ട് ഇങ്ങനെ കഴുകി വെച്ചാൽ, കഴുകി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കേടും വരില്ല. ഞാൻ കേട് വരാതെ ഞാൻ ഇങ്ങനെ വെക്കാറുള്ളത്. അതേപോലെ തന്നെ പച്ചമുളക് നെട്ടിയൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം അതേപോലത്തെ ഒരു പാത്രത്തിൽ നെറ്റിയൊക്കെ പൊട്ടിച്ച് അപ്പോൾ അതേപോലെ തക്കാളി പച്ചമുളകൊക്കെ അതേപോലെ ഇട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വേഗം ആവശ്യമാകുമ്പോൾ തീർന്ന് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. വേഗം 2 എടുക്കുക. നമ്മളെ ഉപയോഗത്തിന് ആവശ്യമുള്ളത് ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞു. ഇതേപോലെ ഇങ്ങനെ കഴുകി വെച്ചാൽ മതി. ഞാൻ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്, പേടിക്കാനൊന്നുമില്ല കേട്ടോ നിങ്ങളാരും. ഇനിയിപ്പോൾ ഇത് ലിക്വിഡ് ആണല്ലോ എന്ന് പേടിക്കൊന്നും വേണ്ട, അല്ലാണ്ട് വൃത്തിയാക്കിയാൽ മതി. പിന്നെ ഒന്നുമില്ല, അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാനുള്ള ഓട്ടകളോ ഒന്നുമില്ല. അങ്ങനെയുള്ളത് വേഗം മാറ്റി വെച്ചിട്ട് നിങ്ങൾ കഴുകിയാൽ മതി. പിന്നെ കുറേയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ കഴുകി എടുത്ത് വെച്ച് നല്ല വെള്ളം വാർന്നു പോയാൽ ഒരിക്കലും കേടാവാതെ കുറേ കാലം ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേഗം കഴിയുന്ന സാധനങ്ങളാണല്ലോ, തക്കാളി പച്ചമുളക് സവാളൊക്കെ. അപ്പം എല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. നമ്മളെ പണികൾക്കൊക്കെ എളുപ്പമായി കിട്ടും. അപ്പോൾ ഇങ്ങനെ പാത്രം വാങ്ങിയാലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനും നല്ല സുഖമാണ്, എളുപ്പമാണ്, നല്ല വൃത്തിയിൽ ഭംഗിയിലൊക്കെ ഇരിക്കും ചെയ്യും. ഓക്കെ, ഇതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.